എങ്ങനെയുണ്ടെന്ന്. ആ കേട്ടാ, അത്ഭുതം കേട്ടാ. ഇത് കണ്ടതേ 97% ചാർജ് ഫ്ലാഷ്. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഉരുളക്കിഴങ്ങ് കഴിച്ച് ഗ്യാസും കയറ്റി വലിമിട്ട് നടക്കാന്നല്ലാതെ ഇതുകൊണ്ട് 2 ഉരുളക്കിഴങ്ങ് ഇതിന്റെ അതിനകത്തുനിന്നുള്ള ആ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ ഊറ്റിയെടുക്കുന്നത് കാരണം ഒരു ചെറിയ ടേസ്റ്റ് കുറവുണ്ടാവും. ഒരു നാണയം എടുത്തിട്ടുണ്ട്, ഒരു മൊബൈൽ ചാർജർ. കാര്യങ്ങൾ മൊത്തത്തിൽ 3G ആയി പോകും. 3G അല്ല 3G. രണ്ടുമൊക്കെ കണക്കാണ്. എന്നാലും പറയാം. ഹലോ, നമസ്കാരം. ഞാൻ ശ്രീജി. ഫിഫ്ത്ത് ഡേ ട്രാവലർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. ഈ മഴയോടുകൂടി ചില സമയത്ത് കറണ്ട് വന്നു പോയാലും പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് കറണ്ട് വരാറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ മഴയും പെയ്ത് കറണ്ടും പോയി ആ സമയത്ത് ഫോണിലെ ചാർജും തീർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തത്തിൽ 3G ആയി പോകും. 3G അല്ല 3G. രണ്ടുമൊക്കെ കണക്കാണ്. എന്നാലും പറയാം. അങ്ങനെ നമ്മൾ ഈ കട്ട ശോകത്തിലിരിക്കുമ്പോഴത്തേക്ക് ഫോൺ കറണ്ട് ഇല്ലാതെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐഡിയ ഉണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചിൻ്റെ ഒരു വീഡിയോയിലാണ് ഈ ഒരു സംഭവം കണ്ടത്. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഉരുളക്കിഴങ്ങ് എനിക്കങ്ങനെ വലിയ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഉരുളക്കിഴങ്ങ് കഴിച്ച് ഗ്യാസും കയറ്റി വലിയുമിട്ട് നടക്കാന്നല്ലാതെ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നല്ല വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതെ, ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ്. ഇതിൻ്റെ ഈ 2 വള്ളവശത്ത് വരെ ചെറിയൊരു കത്തി കൊണ്ടൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ നാണയം അകത്തോട്ട് കയറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരു നാണയം എടുത്തിട്ടുണ്ട്, ഒരു മൊബൈൽ ചാർജർ. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട പിന്നെ ഒരു മൊബൈൽ ഫോൺ, ചാർജ് ആകാനുള്ള മൊബൈൽ ഫോൺ. ഇതിൻ്റെ അകത്തൊരു 90% ചാർജ് ഉണ്ട്, എങ്കിലും നമുക്കത് ചാർജ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം അത് ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഈ പള്ളയ്ക്ക് ഈ മാർക്കിട്ടിരിക്കുന്ന വശത്തായിട്ട് നമുക്ക് ഈ ഒരു നാണയം ഇങ്ങനെ കയറ്റി വെക്കാം. കണ്ട, എന്നിട്ട് അടുത്തതെടുത്ത് അതേപോലെ തന്നെ ആ പള്ളവശം ചേർത്ത് വെക്കുക. ഇതിങ്ങനെ ഇവിടെ വെക്കുക. ഇത് കണ്ട, ഇവിടെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അത് ഇതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ചാർജറിൻ്റെ പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, 10 സെക്കൻഡ് ഒന്നിരുന്നോട്ടെ. മൊബൈലിലേക്ക് നമുക്കിതൊന്ന് കുത്തി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കേട്ടാ, അത്ഭുതം കേട്ടാ. ഇത് കണ്ടതേ 97% ചാർജ്, ഫ്ലാഷ് ചാർജിങ് ആണ്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? നമ്മുടെ വീട്ടിൽ കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണത്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്ക് നമ്മൾ മൊബൈൽ ചാർജ് തീർന്നു പോയാലെന്ന് കരുതിയിട്ട് നമ്മൾ വലിയ വിലക്ക് പവർ ബാങ്കൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കിറ്റ് ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയാൽ മതി, വാങ്ങിച്ചാൽ മതി. നമുക്കിത് ഉപയോഗിച്ചതിന് ശേഷം കറി വെക്കാനും പറ്റും. അതിൻ്റെ അകത്തുനിന്നുള്ള ആ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ ഊറ്റിയെടുക്കുന്നത് കാരണം ഒരു ചെറിയ ടേസ്റ്റ് കുറവുണ്ടാവും. പക്ഷെ അത് നമുക്ക് കുറച്ച് മസാലയൊക്കെ അടിച്ച് ചേർത്തിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങളും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ പൊന്നോടെ നിങ്ങളെ തല്ലല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ കണ്ടതാണ്. അതിലിങ്ങനെ ഇത് ചാർജ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ പെങ്കൊച്ച് കാണിച്ചത്. ഇതിന് ഏകദേശം ഒരു 10-25,000 ലൈക്കും കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ അകത്തുനിന്ന് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ആ വീഡിയോയ്ക്കകത്ത് ഇത് ചെയ്തതെന്നുള്ളത് ഇവിടെ ഞാനത് അതും കൂടി ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്ക്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കണം നമുക്ക് നോക്കാം. ഈ ചാർജ് കയറുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ചാർജ് കയറുന്നതായിട്ട് തോന്നുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു വശത്ത് ചാർജറിൻ്റെ ഒരു ഭാഗം ആ ഉരുളക്കിഴങ്ങിൽ കുത്തിവെച്ചിരിക്കുകയാണ്. മറുഭാഗം കോഡിൻ്റെ മറ്റേ വശം മൊബൈൽ ചാർജറിലും കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങി കുത്തിയിരിക്കുന്ന ചാർജർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ട,
ഇത് അതിലെ അങ്ങോട്ടാ പോണത്. അപ്പോൾ പിന്നെ ഈ മൊബൈലിലേക്ക് വന്നിരിക്കണത് എവിടെ നിന്നാണ് വന്നിരിക്കണത്? മൊബൈലിൽ കുത്തിയ സാധനം കണ്ട, അത് ഇവിടെ ഒരു പ്ലഗ് ബോർഡിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നാണ് ഈ പവർ കയറുന്നത്, അല്ലാതെ ഉരുളക്കിഴങ്ങിന്ന് അല്ല. അപ്പം സംഭവം പിടികിട്ടിയില്ലേ? 2 ചാർജർ ഉപയോഗിച്ചിട്ടാണ് ആ വീഡിയോയിൽ ഇത് കാണിച്ചിരിക്കുന്നത്. ആ ഉരുളക്കിഴങ്ങി കുത്തി വെച്ചിരിക്കുന്ന ചാർജർ ഒരു വഴിക്ക് പോകും, ഫോണിലേക്ക് വരുന്ന ചാർജർ വേറൊരു പ്ലഗ് ബോർഡിൽ നിന്നാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഉരുളക്കിഴങ്ങിന് ഗ്യാസ് ഉണ്ടാക്കാൻ മാത്രമേ പറ്റൂ, കറണ്ട് ഉണ്ടാക്കാൻ പറ്റിയല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അതൊരു കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. എൻ്റെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. വലതുവശത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.